ഒരു സ്ത്രീക്ക് നിങ്ങളോട് ആകർഷണമുള്ളപ്പോൾ അത് വാക്കുകളിലും പെരുമാറ്റത്തിലും മാത്രമായി കാണില്ല. കണ്ണുകൾ, ശരീരഭാഷ, ചെറിയ ചിരികൾ, എല്ലായിടത്തും അതിൻ്റെ സൂചനകൾ ഒളിഞ്ഞിരിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് വാത്സ്യായനൻ കാമസൂത്രയിൽ സ്ത്രീയുടെ മനസ്സിനെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിയാനുള്ള ചില സൂക്ഷ്മ മാർഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ പുരാതന ജ്ഞാനവും ആധുനിക ശാസ്ത്രവും ചേർത്ത് ആ സൂക്ഷ്മ സൂചനകൾ ഒത്തുചേർത്ത് പരിശോധിക്കാം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റിലേക്ക് സ്വാഗതം. വാത്സ്യായനൻ കാമസൂത്രത്തിൻ്റെ രചയിതാവ് മനുഷ്യൻ്റെ മനസ്സും ആഗ്രഹങ്ങളും നിഗൂഢമായി പഠിച്ച് സ്ത്രീയുടെ മനസ്സിലെ രഹസ്യ സൂചനകൾ എഴുതി വച്ചിട്ടുണ്ട്. ഇന്നത്തെ ശാസ്ത്രം ആ പരമ്പരാഗത സൂചനകളെ കൂടുതൽ വിശദമായി ശാസ്ത്രീയമായി വിശദീകരിക്കുന്നുമുണ്ട്. വാത്സ്യായനൻ പറഞ്ഞതുപോലെ കണ്ണുകൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയാണ്. കണ്ണുകൾ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ്. ഒരു സ്ത്രീക്ക് നിങ്ങളോട് ആകർഷണമുണ്ടെങ്കിൽ അവൾ പതിവിൽ കൂടുതലായി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ശ്രമിക്കും, എന്നാൽ നേരിട്ട് നോക്കാൻ മടിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾ എങ്ങനെ മാറുന്നു എന്ന് ശ്രദ്ധിക്കുക. അവൾ ആകർഷണമുള്ളവളായി കാണുമ്പോൾ അവളുടെ കണ്ണുകൾ കൂടുതൽ മൂടിയോ അല്ലെങ്കിൽ നീണ്ടു നോക്കിയോ കാണാം. നിങ്ങളെ കാണുമ്പോൾ അവൾ കണ്ണുകളിലേക്ക് അടക്കമുള്ള നോട്ടം നോക്കുകയും നിങ്ങൾ കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് മുഖം തിരിയുകയും ചെയ്യാം. ആധുനിക ശാസ്ത്രം ഇതിനെ പ്രൊലോങ്ഡ് ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള നീണ്ടു നിൽക്കുന്ന കണ്ണുകളിലേക്കുള്ള നോക്കൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ഡോപ്പമൈൻ എന്ന ഹോർമോൺ ഉയർത്തുന്നു. അതുകൊണ്ട് കണ്ണുകൊണ്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവപ്പെടും. കണ്ണുകളുടെ ചലനം മനസ്സിലാക്കുന്നത് പ്രണയത്തിൻ്റെ ആദ്യ സൂചനകളിൽ ഒന്നാണ്. വാത്സ്യായനൻ പറയുന്നു, പ്രണയമോ ആകർഷണമോ ഉള്ള സ്ത്രീയുടെ മുഖം ചിലപ്പോൾ സ്വാഭാവികമായി ചുവന്നു പോകും. അതാണ് നാം ബ്ലഷിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനത്താൽ ഉണ്ടാകുന്ന രക്തചംക്രമണത്തിൻ്റെ ഭാഗമായി മുഖം ചുവന്നതായി കാണപ്പെടുന്നു. നിങ്ങൾക്ക് ആകർഷണമുള്ള ആളുടെ അടുത്തെത്തുമ്പോൾ നിങ്ങളുടെ മുഖവും ചുവന്നു പോകാം. അതുപോലെ അവൾക്കും ഇതുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ്. ഇത്തരമൊരു സംവേദന പ്രകടനം ആകർഷണത്തെ വ്യക്തമാക്കുന്ന സൂചനയാണെന്നും പറയാം. ഇതുപോലുള്ള സൂക്ഷ്മ ബാഹ്യ പ്രതികരണങ്ങളെ തിരിച്ചറിയുന്നത് നിങ്ങളെ മനസ്സിനോട് കൂടുതൽ ബന്ധിപ്പിക്കും. വാത്സ്യായനൻ പറയുന്നു, പ്രണയിക്കുന്ന സ്ത്രീയുടെ ശരീരഭാഷ തുറന്നതായിരിക്കും. അഥവാ അവളുടെ കൈകൾ മറച്ചിടാതെ കൈകാലുകൾ വിടർത്തി നിങ്ങൾക്ക് നേരെ അഭിമുഖമായി തിരിഞ്ഞിരിക്കും. ഇത് ആധുനിക ശാസ്ത്രത്തിൽ ഓപ്പൺ ബോഡി പോസ്ചർ എന്ന് വിളിക്കുന്നു. ഉദാഹരണമായി, കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ അവൾ നിങ്ങളുടെ ദിശയിലേക്കായി ശരീരം തിരിക്കും, നിങ്ങളുടെ അടുത്ത് നിൽക്കും, നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധ നൽകും. ഇങ്ങനെ പെരുമാറുന്നത് അവളുടെ മനസ്സിലുള്ള പ്രത്യേകതയും ആത്മവിശ്വാസവും കാണിക്കുന്നു. നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളെക്കുറിച്ച് ശരീരഭാഷ ഈ രീതിയിലാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനെ ഒരു മനോഭാവം കാണുമ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നിങ്ങൾക്കുണ്ട് എന്ന സൂചനയാണ്. വാത്സ്യായനൻ പറയുന്നു, സ്ത്രീ ഇഷ്ടമുള്ള പുരുഷനോട് സംസാരിക്കുമ്പോൾ ശബ്ദം മൃദുവും ഹൃദയസ്പർശിയുമായിരിക്കും. ശാസ്ത്രപരമായി ഇതിന് കാരണമാകുന്നത് നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന സ്നേഹ ഹോർമോൺ ഉയരുന്നതാണ്. ഇതുകൊണ്ട് ഇഷ്ടപ്പെട്ട ആളെ കാണുമ്പോൾ ശബ്ദം നന്നായി മാറി സംസാരത്തിൽ ഒരു പ്രത്യേക മാധുര്യം കാണാം. ആകർഷണമുള്ളവരോട് സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ മധുരവും മൃദുത്വവും ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിദത്ത പ്രതികരണമാണ്. നിങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദത്തിൽ എന്തു മാറ്റം കാണാനാകും? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വാത്സ്യായനൻ പറയുന്നു, സ്ത്രീ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് ആകർഷണം ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനും സംഭാഷണം തുടങ്ങാനും അവൾ ശ്രമിക്കും. ആധുനിക മനഃശാസ്ത്രത്തിൽ പ്രോക്സിമിറ്റി സീക്കിംഗ് എന്നറിയപ്പെടുന്നു. ഉദാഹരണത്തിന്, അവൾ നിങ്ങളുടെ ചുറ്റുപാടിൽ കൂടുതലായി കാണപ്പെടുകയോ താങ്കളുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുകയോ ചെയ്യുമ്പോൾ അത് ഈ സൂചനകളിൽ പെടും. ഈ സൂചനകൾ വെറും മാർഗദർശകങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും അനുഭവം വ്യത്യസ്തമാണ്. ആകർഷണം, സ്നേഹം, ആത്മാർത്ഥത എല്ലാം വ്യക്തിപരമാണ്. എല്ലാം വ്യത്യസ്ത രൂപത്തിലാണ്, വ്യത്യസ്ത ഭാവത്തിലാണ് പ്രകടമാകുന്നത്. വാത്സ്യായനൻ്റെ കാലം മുതൽ ഇന്നുവരെ മനസ്സിൻ്റെ ഭാഷ മാറിയിട്ടില്ല. പക്ഷേ അത് വായിക്കാൻ അറിയുന്നവർക്ക് ഓരോ കണ്ണിലും ഓരോ ചിരിയിലും കഥകൾ കേൾക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റിൽ പങ്കുവെക്കുക.